എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഒരിക്കൽ കൂടെ സ്പിരിച്വൽ മോസസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ആദ്യം തന്നെ 2024 പുതുവർഷ ആശംസകൾ നേരിടാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷം നമ്മളെ വിട്ട് കടന്നുപോയി. നമ്മളെപ്പോഴും എന്താ ചെയ്യുന്നത്? ഒരു പുതിയ വർഷം വരുമ്പോഴത്തേക്കിനും കഴിഞ്ഞ വർഷത്തേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കി ആ വർഷത്തിൽ ദൈവം നമ്മൾക്ക് ചെയ്ത നന്മകളെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കും. എന്നിട്ട് പുതിയ വർഷത്തിൽ പ്രവേശിക്കാൻ നേരം കുറച്ച് തീരുമാനങ്ങൾ എടുക്കും, അല്ലേ? പലപ്പോഴും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മളുടെ നന്മയ്ക്കായിട്ടാണ്. ഞാനിന്നും രാവിലെ നേരത്തെ എഴുന്നേൽക്കും, ഞാൻ ഇച്ചിരി കൂടെ നന്നായിട്ട് പഠിക്കും, ഞാൻ ഇച്ചിരിയുടെ വിശ്വസ്തയോടുകൂടി ജോലി ചെയ്യും, പിന്നെ ഭക്ഷണം നല്ല ശരിയായ ഭക്ഷണങ്ങൾ ഞാൻ കഴിക്കും, ഭക്ഷണക്രമം ശരിയാക്കും, എക്സസൈസ് ചെയ്യും, അമിതവണ്ണം കുറയ്ക്കും. അങ്ങനത്തെ തീരുമാനങ്ങളൊക്കെയാണ് നമ്മൾ പലപ്പോഴും എടുക്കുന്നത്, അല്ലേ? ദൈവവചനത്തിലൊരു വാക്യമുണ്ട്, സങ്കീർത്തനം 90 സങ്കീർത്തനം. ഞാനത് മലയാളത്തിലൊന്ന് വായിക്കാം. അതിൻ്റെ 12 വാക്യമാണ്. അത് മലയാളത്തിൽ ഇപ്രകാരമാണ്: ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ. അതായത് ജ്ഞാനമുള്ള ഹൃദയം ഉള്ളൊരു വ്യക്തിയുടെ ഗുണങ്ങൾ ഇതാണ്: നാളുകളെ എണ്ണം. എനിക്ക് അധികം നാളില്ല, ഞാനൊരു കുറച്ച് നാളത്തേനായി ലോകത്തിൽ ജീവിക്കുന്ന എന്നുള്ളൊരു ബോധ്യം. അങ്ങനെയുള്ളൊരു ബോധ്യമുള്ള വ്യക്തി ഒരു സെൽഫ് സെൻറ്റേർഡായിട്ട് ജീവിക്കത്തില്ല. എനിക്കും എൻ്റെ കുടുംബത്തിനും ഞാൻ മാത്രം, അല്ലെ എൻ്റെ ജീവിതം, എൻ്റെ പ്ലാൻ, അങ്ങനത്തെ ഒരു ചിന്ത ആ വ്യക്തിക്ക് വരത്തില്ല. മറ്റുള്ളവരെക്കുറിച്ചും ചിന്തിക്കും. കാരണം ഞാൻ അധികം നാൾ ഈ ലോകത്തിലില്ല, ഉള്ള നാൾ പ്രയോജനമുള്ളൊരു ജീവിതം ജീവിക്കണം. അവിടെ പറയുന്ന ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കേണ്ടതുണ്ട്. ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണം. അപ്പം ദൈവവചനത്തിൽ വേറൊരു വാക്യമുണ്ട്, ദൈവഭയം എന്ന് പറയുന്നതാണ് ബുദ്ധിയുടെ ആരംഭം. ബുദ്ധിയുള്ള ഒരാളായിട്ട് ജീവിക്കണമെങ്കിൽ, ജ്ഞാനമുള്ള ഒരാളായിട്ട് ജീവിക്കണം, ദൈവഭയത്തോടു കൂടി ജീവിക്കണം, മറ്റുള്ളവരെക്കുറിച്ചും കരുതണം. അപ്പം മറ്റുള്ളവരെക്കുറിച്ച് കരുതുക എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും അത് സാധിക്കത്തില്ല. നമ്മൾ എത്ര പേർക്ക് വേണ്ടിയാണ് കരുതുന്നത്? നമ്മൾ എന്തൊക്കെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നത്, അല്ലേ? പക്ഷെ കുറഞ്ഞ വർഷം നമുക്ക് ഒരു കാര്യം ചെയ്യാൻ സാധിക്കും, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കത്തില്ലേ? നമ്മൾ പലപ്പോഴും എന്തിനാണ് മറ്റുള്ളവർ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തത്? നമ്മൾ പലപ്പോഴും ഓർക്കും, എൻ്റെ ഒരു പ്രാർത്ഥന കൊണ്ട് എന്ത് സംഭവിക്കണം, എന്തൊരു വ്യത്യാസം വരാനാ? ഞാനൊരു ചെറിയ ഒരാളാണ്, എൻ്റെ ഒരു പ്രാർത്ഥനയും കൊണ്ട് എന്തോ വ്യത്യാസം വരാൻ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരുപാട് വ്യത്യാസങ്ങൾ വരും, നമ്മൾ തിരിച്ചറിയുന്നില്ലെന്നേ ഉള്ളൂ. ഭയങ്കര പവറാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക്. മറ്റൊരു വ്യക്തിക്ക് വേണ്ടി, വേറെ ഒരാൾക്ക് വേണ്ടി ഒരു 2 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന മതി ആ വ്യക്തിയുടെ ജീവൻ നേരെ ഫുൾ ജീവൻ നടക്കുന്ന ചില കാര്യങ്ങൾ മാറി ഒരു വ്യത്യാസം വരുവാൻ വേണ്ടി ആ ഒരു ചെറിയ പ്രാർത്ഥന മതി. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. 2020 ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നം വന്നു. ഞങ്ങളുടെ കുഞ്ഞ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകേണ്ട അവസ്ഥ വന്നു. പക്ഷെങ്കിൽ അന്ന് എൻ്റെ മോന് സൗഖ്യം വന്ന് അവൻ തിരിച്ച് ഈ ലോകത്തിലേക്ക്, തിരിച്ച് ജീവനിലേക്ക് വരാൻ കാരണം എൻ്റെ പ്രാർത്ഥനയല്ല, മറ്റുള്ളവരുടെ പ്രാർത്ഥനയാണ്. മറ്റുള്ളവർ പലരുടെയും സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട്. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, സിസ്റ്ററെ നിങ്ങളുടെ കുഞ്ഞ് രോഗിയാണെന്നോ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു, പക്ഷേ ദൈവാത്മാവ് എൻ്റെ ഉള്ളിൽ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊരു തോന്നലൊന്നും ഞാൻ പ്രാർത്ഥിച്ചു. ചിലർ വലിയ പ്രാർത്ഥനയൊന്നുമല്ല, 2 മിനിറ്റ് പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചത്, പക്ഷേ ആ പ്രാർത്ഥന മതി ദൈവം ആ കുഞ്ഞിന് സൗഖ്യം കൊടുക്കാൻ. അതായത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന ഉണ്ടല്ലോ, അത് വേസ്റ്റ് അല്ല. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ തീരുമാനം എടുക്കാം. നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഒത്തിരിയൊന്നും ചെയ്യാനൊത്തില്ലെങ്കിലും പ്രാർത്ഥിക്കാമല്ലോ. സോ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ചെറിയൊരു തീരുമാനം, അത് എൻ്റെ ഒരു സജഷനാണ്. രണ്ടാമത്തെ കാര്യം, ഈ ദൈവവചനത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ, ദൈവവചനത്തിൽ നമ്മൾ പലപ്പോഴും ഓർക്കും ഈ പഴയ നിയമം എന്ന് പറയുന്നത് നമുക്കിനിയിപ്പോൾ വേണ്ട, നമ്മൾ പുതിയ നിയമത്തിലെ ആൾക്കാരാണല്ലോ. അപ്പോൾ പഴയ നിയമം അത് കഴിഞ്ഞു പോയി, അത് പഴയ നിയമത്തിലെ ആൾക്കാർക്ക് വേണ്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇഗ്നോർ ചെയ്യും. പക്ഷെങ്കിൽ റോമാലേഖനം 3 അധ്യായത്തിൻ്റെ 2 വാക്യത്തിൽ ഈ പഴയ നിയമത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് മലയാളത്തിൽ ആ വാക്യം ഞാൻ ഒന്ന് വായിക്കാം. റോമാലേഖനം 3 അധ്യായത്തിൻ്റെ 2 വാക്യത്തിൽ അവിടെ പഴയ നിയമത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ. അങ്ങനെയാണ്, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചു. അതായത് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് യഹൂദന്മാർക്ക് ദൈവം കൊടുത്തു എന്നുള്ളത് പറയാണ്. ഓൾഡ് ടെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് ദൈവത്തിൻ്റെ അരുളപ്പാട്. അപ്പോൾ പഴയ നിയമം എന്ന് പറയുന്നത് പിതാവാം ദൈവത്തിൻ്റെ വായിന്ന് വന്ന വാക്കുകളെങ്കിൽ പുതിയ നിയമം നമുക്കറിയാം അതിൻ്റെ 4 ഗോസ്പൽസ്
ആദ്യത്തെ 4 പുസ്തകങ്ങൾ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലുണ്ടായിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞ വാക്കുകളും കർത്താവ് ചെയ്ത പ്രവർത്തികളും. അത് കഴിഞ്ഞ് കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നു, പക്ഷെ ഞാൻ പരിശുദ്ധാത്മാവിനെ അയക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മിപ്പിക്കും, അല്ലെ പഠിപ്പിക്കും, ഉപദേശിച്ച് തരും. അപ്പം അത് കഴിഞ്ഞിട്ടുള്ളതെല്ലാം പരിശുദ്ധാത്മാവ് നമ്മളെ കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ ഉപദേശിച്ചു തരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞ ഈ പുസ്തകം മൊത്തം പഴയ നിയമവും പുതിയ നിയമവും എല്ലാം എന്തുവാ? പിതാവായ ദൈവത്തിൻ്റെ വാക്കുകളും പുത്രൻ്റെ വാക്കുകളും പരിശുദ്ധാത്മാവിൻ്റെ വാക്കുകളും. അപ്പോൾ ഈ പുതിയ വർഷത്തിൽ നമ്മൾ പോകുമ്പോൾ എന്തെങ്കിലും തീരുമാനം എടുക്കണമെങ്കിൽ, എന്തെങ്കിലും കാര്യം എടുക്കണമെങ്കിൽ ഈ പുസ്തകം ഒന്ന് തുറന്നൊന്ന് വായിക്കുക. കാരണം അപ്പം പറയുന്ന വാക്കുകളെല്ലാം ഇതിനകത്തുണ്ട്. അപ്പം പറയുന്ന വാക്കുകൾ കേൾക്കണമെങ്കിൽ അപ്പൻ എന്തുവാ എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നത്, എന്തുവാ ഞാൻ ചെയ്യേണ്ടത്, തുറന്നു വായിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവാത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യും. ദൈവാത്മാവിൻ്റെ ഗൈഡൻസ് അനുസരിച്ചും ദൈവഭയപ്രകാരം ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിച്ച് ജീവിക്കുവാൻ ഈ പുതിയ വർഷം ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇങ്ങനത്തെ ചെറിയ കുഞ്ഞു തീരുമാനങ്ങളൊക്കെ എടുത്ത് 2024 പ്രവേശിക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.